ധാരാളമായി പണം മുടക്കിക്കൊണ്ടാണ് ശരിക്കും BJP ഓരോ മണ്ഡലത്തെയും അവർ കൃത്യമായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളമായി പണം മുടങ്ങുന്നുണ്ട്. ലക്ഷ്യം വെച്ചേക്കുന്ന മണ്ഡലങ്ങൾ അവർക്ക് ഉദ്ദേശമുള്ള അവർ A ക്ലാസ് മണ്ഡലം B ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന പോലെ ക്ലാസ് തിരിച്ചിട്ടാണ് അവർ മണ്ഡലങ്ങളെ കാണുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ A ക്ലാസ് മണ്ഡലം B ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. അവരാണ് ക്ലാസ് തിരിക്കുന്നത്. ഇപ്പൊ UDFന്റെ A ക്ലാസ് മണ്ഡലം എന്ന് എവിടെയെങ്കിലും നമ്മൾ UDFന്റെ പ്രാതിനിധ്യമുള്ള മണ്ഡലം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. BJPക്ക് A ക്ലാസും B ക്ലാസും ഒക്കെ വരും. അപ്പം പിന്നെ അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ ഇവർ ധാരാളമായി പണം മുടക്കുന്നുണ്ട്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവർ പതുങ്ങിയ പോലെയാണ് ശരിക്കും BJPയുടെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നത്. നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി അതോടൊപ്പം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്തും അവർ വേണ്ടത്ര ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ അവിടെയാണ് കൂടുതലും അവർ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു അടവായിരുന്നു. അതിനുശേഷം പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോഴേക്കും BJP ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയി എന്ന് പറയുന്ന ആവശ്യം. അവർ കൃത്യമായി പണം ഒഴുക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം കൃത്യമായ രീതിയിൽ പണം ഒഴുക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നേമത്ത് നിന്ന് LDFന്റെ അവിടെ ഒരു ആരോപണം വന്നിരിക്കുന്നു. നേമത്ത് BJPയുടെ ഇലക്ഷൻ ബൂത്തുകളിൽ കൊണ്ടുവന്നിട്ട് ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൽ മദ്യവിതരണം നടക്കുന്നു. ഇന്നലെ വൈകുന്നേരം ആയപ്പം അടച്ചുപൂട്ടിയതാണ്. ഇന്നലെ വൈകുന്നേരം 5 മണി വരെ മാത്രമേ ഇത് പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ. അപ്പൊ അതിന് മുമ്പ് തന്നെ സാധനം മേടിച്ച് പാക്ക് ചെയ്തു, സ്റ്റോക്ക് ചെയ്തു. ഇങ്ങനെ ഇത് വരുന്നുണ്ട്. ഇപ്പൊ നോക്കിയോളൂ, ഇതാണ് നമ്മൾ പറയുന്നത്. ഒരു കാരണവശാലും BJP എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ കേരളത്തിൽ അധികാരത്തിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചാൽ, ഈ ജനാധിപത്യത്തിനപ്പുറത്തേക്ക് ചില സംവിധാനങ്ങളെ അടങ്കലെടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്.